welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിക്സിംഗിന്റെ അപ്പാരറ്റസ് ആണ് ട്രിപ്പിൾ റോളർ മിൽ. ട്രിപ്പിൾ റോളർ മിൽ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. എല്ലാ കൺസ്ട്രക്ഷനും സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതും വളരെ സിമ്പിൾ ആണ്, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷനും കൂടാതെ ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ ട്രിപ്പിൾ റോളർ മിൽ എന്ന് പറയുന്നത്. കാണുമ്പോൾ നമ്മുടെ റോഡ് റോളർ ഒക്കെ പോലെ ഉണ്ട് അല്ലേ, പക്ഷെ അത്രയ്ക്കില്ല, 3 റോളറാണ് ഇതിലുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. റോഡ് റോളർ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ റോഡിൽ ഇടുന്ന ടാറുകളും കാര്യങ്ങളും ഒക്കെ ഈവൺ ആയിട്ട് യൂണിഫോം, അതായത് ഒരേപോലെ എല്ലാവിടെയും ലൈക്ക് അവിടെ എവിടെ കുണ്ട് കുഴി അങ്ങനെയൊന്നും ഇല്ലാതെ ഈവൺ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് സെറ്റാക്കി നിർത്തുന്ന ഒരു സാധനമാണ് ഈ റോഡ് റോളർ എന്ന് പറയുന്നത്. അവിടെ സൈസ് റിഡക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എങ്ങനെയാണ് നടക്കുന്നത്, എല്ലാവരുടെയും ഒരേപോലത്തെ രീതിയിലുള്ള മിക്സിങ് അല്ലെങ്കിൽ ലൈക്ക് ഫ്ലാറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ റോഡ് റോളറിന്റെ കാര്യം വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. റോഡ് റോളർ പോലെ തന്നെ ഇതിലും കുറച്ച് റോളർ ഉണ്ട്, ഇതിൽ 3 റോളറാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പിൾ റോളർ മില്ല് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അട്രീഷനും ഷിയർ ഫോഴ്സും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ 2 പ്രിൻസിപ്പിളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൾ റോളർ മില്ല് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വർക്കിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മുകളിൽ ഒരു ഫീഡർ ഉണ്ട്, അതായത് ഹോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുന്ന സ്ഥലം. ആ ഒരു ഹോപ്പറിന്റെ താഴെയായിട്ട് 3 റോളർ ആണുള്ളത്. ഒന്ന് എ, ഒന്ന് ബി ആൻഡ് സി. ഈ 3 റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ 3 റോളറിനെയും നമ്മൾ ABC എന്ന പേര് വിളിക്കുന്നുണ്ടെങ്കിലും ആ എ റോളർ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ എ റോളറിന് പറയുന്ന പേരാണ് ഫീഡ് റോളർ. ആൻഡ് നടുക്കുള്ള റോളർ തന്നെയാണ് സെന്റർ റോളർ. ആൻഡ് മൂന്നാമതുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ള റോളറാണ് ഏപ്രോൺ റോളർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏപ്രൺ റോളർ. അപ്പൊ ഈ 3 റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഹോപ്പറായി, റോളറായി, റോളറിന്റെ സൈഡായിട്ട് ഒരു സ്ക്രേപ്പർ അല്ലെങ്കിൽ സ്ക്രാപ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്സിങ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് ABC എന്ന് മാത്രമല്ല, അതിന്റെ പേര് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇത് കൂടാതെ ഈ റോളറിൽ ഒരു വാട്ടർ ജാക്കറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അധികമായിട്ട് ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒരു മെഷീനെ കൂളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സെമി സോളിഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ക്രീം, ഓയിൻമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സോളിഡിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലായിരിക്കും, കുറച്ച് വാട്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വാട്ടർ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറും. ഇപ്പോൾ ഇതൊരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം സോളിഡ് ആയിട്ട് മാറും. അപ്പോൾ അതൊരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ മെഷീനെ കൂളാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ജാക്കറ്റ് സിസ്റ്റം ഈ റോളറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പറയാം, ഹോപ്പറിലൂടെ നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുന്നു. ഫീഡ് നേരെ പോയി വീഴുന്നത് AB എന്ന് പറയുന്ന ആ റോളറിന്റെ ഇടയിലോട്ടാണ്. സോ AB റോളർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫീഡ് റോളർ ആൻഡ് സെന്റർ റോളർ. ഈ സെന്റർ റോളറിനെയും ഫീഡ് റോളറിനെയും ഇടയിൽ പോയിട്ട് ഇത് അട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിന് വിധേയമാവുന്നു. കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ABC എന്ന് പറയുന്ന റോളർക്ക് ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് സെയിം അല്ല, അത് ഡിഫറെൻ്റ് ആണ്. Aക്കും Bക്കും ഇടയിൽ കുറച്ചും കൂടെ സ്പേസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സ്പേസ് കുറവാണ് Bക്കും Cക്കും ഇടയിൽ. അതുകൊണ്ട് തന്നെ Aക്കും Bക്കും ഇടയിലൂടെ നമ്മുടെ ഈ മിക്സ് ചെയ്യേണ്ട സാധനം പാസ് ചെയ്യുമ്പോൾ അവിടെ അട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അട്രീഷൻ നടന്നിട്ട് ഈ നമ്മുടെ ഫീഡ് നേരെ പോകുന്നത് ഈ സെൻട്രൽ റോളറിൽ നിന്നും പിന്നെ ഏപ്രോൺ റോളറിലോട്ടാണ് എത്തുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വരികയാണ്. ആൻഡ് ഈ ഒരു സെൻട്രൽ റോളറിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ഏപ്രോൺ റോളറിൽ എത്തുമ്പോൾ അവിടെയാണ് ഈ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും റോളറിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് അട്രീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നടക്കുകയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉള്ളതിൻ്റെ ആ ഒരു തമ്മിൽ നടക്കുന്നത് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ 2 റോളറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇതിൽ ഫൈനായിട്ടുള്ള മിക്സിങ് നടക്കണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ എല്ലാ ABC എന്ന് പറഞ്ഞ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്
നടന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല ഫൈൻ മിക്സിങ് നടക്കത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് ഇവിടെയുള്ള ഈ സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധനം എന്താ ചെയ്യുന്നത്, റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേ പ്രാവശ്യം സെവറൽ ടൈംസ് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് ഫൈൻ ആയിട്ടുള്ള മിക്സിങ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ പറയുന്നത് എവിടെയൊക്കെയാണ് പ്രിൻസിപ്പിൾ വർക്കൗട്ട് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി ഇതിൻ്റെ നമുക്ക് അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നല്ല യൂണിഫോം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അവിടെ എവിടെയോ എന്തെങ്കിലും ലംസോ അങ്ങനെ ഒന്നുമില്ലാതെ നല്ല രീതിക്കുള്ള മിക്സിംഗ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇപ്പം മറ്റ് മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് അധികം ഉണ്ടാവുന്നില്ല. കാരണം ഇവിടെ ഒരു വാട്ടർ ജാക്കറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹീറ്റ് വളരെ കുറവായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താ ഇവിടെ ഉണ്ടാവുന്നത്, മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, മോയ്സ്ചർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണിത് എന്ന് നമുക്ക് പറയാം. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ആൻഡ് നാലാമത്തേന്ന് പറയുമ്പോൾ മറ്റ് കൺസ്ട്രക്ഷൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലെസ് നോയ്സി ആയിട്ടുള്ള ഒരു മെഷീനാണ്. വളരെ ശബ്ദം കുറവുള്ളൊരു മെഷീനാണ്. കിടപെട എന്നുള്ള ശബ്ദമൊന്നുമില്ല. ആൻഡ് ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള മിക്സിങ്, ലൈക്ക് ഫൈബർ എന്ന് പറയുമ്പോൾ എന്താ നാര് പോലുള്ള അങ്ങനെയുള്ള ടൈപ്പ് മിക്സിങ്ങിനൊന്നും ഈ ഒരു ട്രിപ്പിൾ റോളർ മില്ല് വലിയ ഉപകാരപ്പെടുന്ന ഒരു സാധനമല്ല. അപ്പം അങ്ങനെ ഫൈബർ മെറ്റീരിയൽസ് ഒന്നും ഇതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ മിക്സിങ് പല സാധനം, ഇപ്പോൾ ഓയിൻമെൻറ്റ് ഒരിക്കൽ മിക്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വലിയ റോളറും തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഓരോ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജും കൂടി ഇതിനുണ്ട്. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സെമി സോളിഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെയും നല്ല യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു ട്രിപ്പിൾ റോളർ മിൽ. അപ്പോൾ ഏതിൻ്റെയൊക്കെ ആയിരിക്കും, ഓയിൻമെൻറ്റ്സ്, ക്രീംസ്, പേസ്റ്റ്, ഇതിൻ്റെയൊക്കെ മിക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ട്രിപ്പിൾ റോളർ മില്ലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ട്രിപ്പിൾ റോളർ മില്ലിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. മിക്സിങ്ങിൻ്റെ ബാക്കിയൊരു സിൽവേഴ്സ് ആൻഡ് മിക്സറും കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.